ഇന്ത്യ മുന്നണിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒത്തൊരുമയുടെ കനൽ കാണാനാകുമോ എന്നാണ് ഇന്ത്യ ഒന്നടങ്കം ഉറ്റുനോക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര പോലെ ഭാരത് ജോഡോ ന്യായ് യാത്ര ഒത്തൊരുമയ്ക്ക് അവസരമൊരുക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരടക്കം തുടക്കത്തിൽ കരുതിയെങ്കിലും അങ്ങനെയായിരുന്നില്ല കാര്യങ്ങൾ. ബംഗാളിലും ബീഹാറിലും ന്യായ് യാത്ര ഇന്ത്യ മുന്നണി അംഗങ്ങളിൽ നിന്ന് നേരിട്ട തിരസ്കരണവും BJP പാളയത്തിലേക്ക് ചാടിയ നിതീഷ് കുമാറും പറയുന്നുണ്ടായിരുന്നു മുന്നണിയിലെ സംഘർഷം. പിന്നീട് അങ്ങോട്ട് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയും ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവും ന്യായ് യാത്രയെ ബംഗാളിൽ മമതാ ബാനർജി നേരിട്ടതുപോലെ നേരിടുമ്പോൾ ഇന്ത്യ മുന്നണിയിലെ അയഞ്ഞ അവസ്ഥ വോട്ടർമാർക്കും മനസ്സിലാകുന്നുണ്ട്. ഉത്തർപ്രദേശിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ ന്യായ് യാത്രയിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പങ്കെടുക്കുന്നത് അനിശ്ചിതത്വത്തിലാണ്. കാരണം സീറ്റ് ഷെയറിംഗിലെ തമ്മിൽ തല്ല് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഉത്തർപ്രദേശിലെ 80 സീറ്റിൽ 15 എണ്ണം മാത്രമേ കോൺഗ്രസിന് നൽകൂവെന്ന് SP ഉറച്ചു പറയുന്നു. അതും SPക്ക് വേണ്ടാത്ത സീറ്റുകളാണ് അതിലേറെയും. ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ ഓഫർ സ്വീകരിച്ചാൽ മാത്രം രാഹുലിന്റെ യാത്രയ്ക്ക് പോകാമെന്നതാണ് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവിന്റെ നിലപാട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 52 സീറ്റുകൾ മാത്രമാണ് നേടിയിരുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ഹിന്ദി ബെൽറ്റിലും വളരെ കുറച്ച് സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത്. അമേഠിയിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടതിനാൽ ഉത്തർപ്രദേശിൽ റായ്ബറേലിയിലെ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് ഉണ്ടായത്. 2019 കോൺഗ്രസിനോടുള്ള രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമായി അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കുന്നതിൽ നിന്ന് സമാജ്വാദി പാർട്ടി വിട്ടുനിന്നിരുന്നു. ഇത്തവണ കോൺഗ്രസിന് 15 സീറ്റുകൾ വാഗ്ദാനം ചെയ്ത അഖിലേഷ് യാദവ് സഖ്യത്തിൽ ഒപ്പം നിന്നാൽ കോൺഗ്രസ് മറ്റ് സീറ്റുകളിൽ മത്സരിക്കാൻ പാടില്ലെന്ന ഉറച്ച നിലപാടിലാണ്. കോൺഗ്രസ് എന്ത് തീരുമാനിക്കുമെന്നതിന്റെ അടിസ്ഥാനത്തിലാണ് SPയുടെ പ്രതികരണം മുന്നണിയുടെ ഭാവി നിശ്ചയിക്കുക. ന്യായ് യാത്രയിൽ പങ്കെടുക്കണമോ എന്ന കാര്യം പോലും കോൺഗ്രസ് പ്രതികരണം അറിഞ്ഞിട്ടേ അഖിലേഷ് യാദവ് തീരുമാനിക്കുകയുള്ളൂ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ താഴെയിറക്കാൻ ഒന്നിച്ച പ്രതിപക്ഷ പാർട്ടികൾ സീറ്റ് പങ്കിടൽ ചർച്ചകളിലാണ് തമ്മിൽ ഉലച്ചിലായത്. കോൺഗ്രസും സഖ്യകക്ഷികളും സീറ്റ് ഷെയറിംഗിൽ പരാജയപ്പെട്ടപ്പോൾ പലയിടത്തും ഇന്ത്യ ഒന്നിച്ച് തിരഞ്ഞെടുപ്പ് നേരിടുമോ എന്ന കാര്യം പോലും സംശയത്തിലാണ്. എന്തായാലും BJP ഇന്ത്യ മുന്നണി രൂപീകരണ സമയത്ത് പറഞ്ഞത് അച്ചട്ടാവുകയാണ്. സീറ്റ് ഷെയറിംഗിൽ ഇവർ അടിച്ചു പിരിഞ്ഞോളുമെന്ന BJP വാക്യം യാഥാർത്ഥ്യമാകുന്ന കാഴ്ചയാണ് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇന്ത്യ മുന്നണിയിൽ കാണുന്നത്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.